നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലേഷ്യയിൽ ഇപ്പോൾ ഒരു വലിയ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ സർക്കാർ ഒന്ന് അയഞ്ഞിരിക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങൾക്ക് ഒരു ശുഭവാർത്ത തന്നെയാണ്. അനധികൃതമായി പാസ്പോർട്ടും കൃത്യമായ വെരിഫിക്കേഷനൊന്നും ഇല്ലാതെ അനധികൃതമായി കയറി വർഷങ്ങളായി ജോലി ചെയ്യുന്ന കുടുംബങ്ങളെ ശിക്ഷിക്കും എന്ന സർക്കാരിൻ്റെ നിബന്ധന ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അവർക്ക് നാട്ടിൽ തിരികെ പോകാനുള്ള ഒരു അസുലഭ അവസരം തന്നെയാണ് ഇപ്പോൾ മലേഷ്യൻ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് മലയാളി ജനങ്ങൾ നന്ദി പറഞ്ഞിരിക്കുകയാണ്. നന്ദി മറ്റാരോടുമല്ല, മലേഷ്യൻ സർക്കാരിനോട് തന്നെയാണ്. ഒരു മനുഷ്യത്വം തന്നെയാണ് ഇപ്പോൾ മലേഷ്യൻ സർക്കാർ കാണിച്ചിരിക്കുന്നത്. ഇത് പ്രവാസി ലോകത്തിൽ വലിയ സന്തോഷം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. അനധികൃതമായി കുടിയേറിയ ആളുകൾക്ക് നാട്ടിൽ തിരികെ പോകാനുള്ള വ്യക്തമായ അവസരങ്ങൾ മലേഷ്യൻ സർക്കാർ ഇപ്പോൾ ഒരുക്കുകയാണ്. അനധികൃതമായി കുടിയേറിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് മലേഷ്യയിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് നോർക്ക റൂട്ട്സ്. ഇപ്പോൾ യാത്രാരേഖകളും പാസ്പോർട്ടും അതോടൊപ്പം തന്നെ എമർജൻസി സർട്ടിഫിക്കറ്റ്, വിമാന ടിക്കറ്റ്, എമിഗ്രേഷൻ ഓഫീസിൽ എടുക്കേണ്ട പിഴത്തുകയായ 700 മലേഷ്യൻ റിങ്ങിറ്റ് എന്നിവയാണ് പൊതുമാപ്പ് പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടത്. അതോടുകൂടി 2019 ഡിസംബർ 31 വരെ ഈ പൊതുമാപ്പിൻ്റെ കാലാവധി നിലനിൽക്കും. ഇതനുസരിച്ച് കീഴടങ്ങുന്ന അനധികൃതരായ കുടിയേറ്റക്കാർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാതെ അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കും. ക്വാലാലംപൂരിലെ ഇന്ത്യൻ ഹൈ കമ്മീഷൻ ഇന്ത്യൻ തൊഴിലാളികൾക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ്, എമിഗ്രേഷൻ ക്ലിയറൻസ് എന്നിവ നൽകി വരുന്നുണ്ട്. മലേഷ്യയിൽ അനധികൃതമായി ഇത്തരത്തിൽ കുടിയേറിയ മലയാളികളടക്കം ഏകദേശം 1000-ൽ പുറത്ത് മലയാളികൾ അങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. അവർക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പരമാവധി ലഭിക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും ക്വാലാലംപൂരിൽ ഇപ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയാണ് പടരുന്നത്. അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് പൊതുമാപ്പ് കൊടുക്കുന്ന ഈ പദ്ധതിയിലൂടെ കൃത്യമായിട്ടുള്ള പ്രയോജനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ഇന്ത്യൻ എംബസി വഴിയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ നോർക്ക റൂട്ട്സ് തയ്യാറായിരിക്കുന്നത്. നിലവിൽ അനധികൃതമായി കുടിയേറി അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങളുണ്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും, പല സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറിയിരിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. അവർക്കൊക്കെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഇതൊരു പക്ഷേ ഒരു നല്ല മുഹൂർത്തം തന്നെയാണ് എന്ന് തന്നെയാണ് നോർക്ക റൂട്ട്സ് പറയുന്നത്. കാരണം അവർക്ക് ഡിസംബർ 31 വരെ കാലാവധി കൊടുത്തിരിക്കുകയാണ്. വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു ചെറിയ തുക മാത്രം പിഴയടച്ചാൽ മതിയാകും. അതിലൂടെ അവർക്ക് അവരുടെ തിരിച്ചു നാട്ടിലേക്ക് എത്താം. ഒരു പക്ഷേ അവിടെ ഏതാനും ചില ക്ലിയറൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ പറയുന്നത്. വിമാന ടിക്കറ്റ്, എമിഗ്രേഷൻ സംബന്ധമായ വിഷയത്തിലായിരുന്നു മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയെങ്കിൽ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വലിയ പരിഹാരം തന്നെയാണ് മലേഷ്യൻ സർക്കാർ മുന്നിട്ട് വച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാർക്ക് വലിയ ആശ്വാസം തന്നെയാണ്. നേരത്തെ അവർ ശിക്ഷയുടെ വക്കോളം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവർ പരിഭ്രാന്തരായിരുന്നു. ഒരുപക്ഷെ മരണം പോലും സംഭവിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ജയിലിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ഈ സംശയങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അവർക്ക് ഒരുപക്ഷെ അവരുടെ കുറ്റങ്ങളെല്ലാം സർക്കാർ പുറത്തിരിക്കുന്നു എന്നൊരു ന്യായം തന്നെയാണ്. കാരണം കുറ്റം ചെയ്തിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് മലേഷ്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള കൃത്യമായ തിരിച്ചറിയൽ രേഖകളില്ലാതെ, അല്ലെങ്കിൽ വിസ ഇല്ലാതെ, അല്ലെങ്കിൽ പാസ്പോർട്ട് ഇല്ലാതെ, കൃത്യമായിട്ടുള്ള വിസ സംവിധാനമില്ലാതെ അങ്ങനെയൊക്കെ വഴിതെറ്റി വന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അവർക്ക് ഒരു കുറ്റത്തിൽ നിന്നും ഇളവ് ചെയ്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ നടപടികൾ തന്നെയാണ്. പ്രവാസി ലോകത്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. മലേഷ്യ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു ശുഭകരമായിട്ടുള്ള വാർത്ത വരികയാണ്. നിലവിൽ അങ്ങനെയാണെങ്കിൽ നോർക്ക റൂട്ട്സ് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇവരുടെ തിരിച്ചു വരവിനുള്ള ചെലവ് വഹിക്കുന്നത് എന്നുകൂടി ഒരു സൂചനകൾ വന്നിരിക്കുകയാണ്. ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്നിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള സ്ഥിതിവിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതപ്പെടുന്നത്. കാരണം ഇന്ത്യൻ എംബസിയിൽ നിന്നും നിലവിൽ ലഭിച്ച സൂചന അനുസരിച്ച് മലേഷ്യയിൽ നിന്നും ഇത്തരത്തിൽ കുറ്റവിമുക്തരാക്കപ്പെടുന്ന ആളുകൾ, നിലവിൽ ജയിലിൽ കഴിയുന്ന ഏതാനും ചില ആളുകളുണ്ട്, അവരെ കൂടി ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിച്ചുകൊണ്ട്, അതുപോലെ അറസ്റ്റിൻ്റെ വക്കോളം എത്തുന്ന ചില ആളുകൾ, ഭയന്ന് കഴിയുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പൊതുമാപ്പ് പദ്ധതി എന്ന ഈ ഒരു വിശാലമായ ഒരു പദ്ധതിയിലൂടെ. മലേഷ്യൻ സർക്കാർ തികച്ചും മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അത് മാറ്റി കൊടുക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് സർക്കാരിൻ്റെ നിലപാടുകൾ. കൂടുതൽ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.